നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച ആരാധന ഒരുമിച്ച് വിടുവാൻ ഞങ്ങളെ സഹായിക്കുക. ദൈവത്തിനെ സ്തോത്രം. ഓരോ ദിവസവും ദൈവത്തെ ദാനമായി ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിലും കതിലും നിന്റെ മക്കളെ പൂർണ്ണമായി ഫലമേൽപ്പിക്കുന്നു. നാഥ, നാൾതോറും അവിടുത്തെ കൃപ പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹത്തെയും കതിനെ പങ്കിടുവാൻ ഞങ്ങൾ ഒരുക്കണമേ. ദൈവിക സ്നേഹവും കതിനെ പങ്കിടുവാൻ ഞങ്ങളെ നാൾതോറും സഹായിച്ച് ദിവ്യ ശുശ്രൂഷയിൽ തിരുകൃപയാ ഞങ്ങളെ കാത്തു പരിപാലിക്കണം. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞാൻ നിന്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനെ സ്തുതി. സൈന്യതയുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ
വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകർപ്പിക്കുന്ന ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിസവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമറിയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമുള്ളായി നാം പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിലും അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കൊണ്ടും വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സുഖത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെ പേര് ഞാൻ യോഗ്യനല്ല എന്നെ പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തതല്ല, പാവമൊഴികെ സമൂഹത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. അതിനാ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തനങ്ങൾക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയോടാണ് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. എപ്പോഴും കണിയുണ്ടാകുകയും ക്ഷമിക്കുന്ന സ്വഭാവവും ലക്ഷണവും ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപശങ്കലം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാകുന്നെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥന് കാര്യസ്ഥനുമായ യേശു ക്രിസ്തു ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകണിയോടുകൂടിയ കനിവണി ഞങ്ങളെ അയച്ചുവിടണമേ. ആമേൻ. സകല ഭൂവാസികളുടെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറ ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 82-ാം സങ്കീർത്തനം വാക്യപുതിയ വാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനങ്ങൾ 82. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മോക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പീൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. അവർക്ക് അറിവില്ല, ബോധമില്ല, അവരിട്ട് നടക്കുന്നു, ഭൂമിയുടെ സ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരുത്തിനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ,
നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നതാണ്. ഇന്നത്തേക്ക് ഒന്നാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം യോനായുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെ. യോന 4:1 മുതൽ 11 വരെ. യോനായ്ക്ക് അത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടുചെന്നു നഗരത്തിൻ്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയൊരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ആ പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു. മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനായോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടാകുകയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചിൽവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. സെഖര്യാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. സെഖര്യാവിൻ്റെ പാട്ട്. ഇസ്രായേൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പൈക്കുന്നവരുടെയും കൈ നമ്മെ രക്ഷിക്കുവാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയരുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കണ്ണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമ്പ് വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്നേ. അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധന്മാരോടൊക്കെയും കൊണ്ടാവുന്നു. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദരകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനും നീ അവന് മുമ്പായി നടത്തും. ഇരുളിലും മരണനിലൊരിക്കൽ പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാക്കി നടത്തേണ്ടതിന് ആ ആദരകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോഴെന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ, സ്വഗരാജ്യപുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ചൊരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു. എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും മറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുമെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അറുതു കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ്റെ വ്യാപാരത്തിന് പോയി കളഞ്ഞു. ശേഷമുള്ളവർ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു. സൈന്യങ്ങളെ അയച്ച കൊലപാതകന്മാരെ മുടിച്ചവിടെ പട്ടണം ചുട്ടുകളഞ്ഞു.
പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലകൾ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികൾ പോയി കടുദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവത്ത് കടന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പലകടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവരനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ക്രിസ്തുവിനൊക്കെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ടിന് ശേഷം വചന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച ആരാധന പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞൊരു മാസക്കാലം നമ്മെ പരിപാലിച്ചതായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വായിച്ച് കേട്ടതായി സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു.
ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിരിച്ച് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. നാം വളരെയധികം വായിച്ചിട്ടുള്ളതായൊരു യേശുവിൻ്റെ ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പരിചിതമായ വേദഭാഗത്തിൽ വിവാഹ വിരുന്നിനെ ക്ഷണിച്ചതായ ആളുകളുടെ ശൈലിയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അതവർക്ക് നൽകപ്പെട്ടതായ കല്യാണ വസ്ത്രത്തിൻ്റെ രീതിയിലാണ് ഇവിടെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ദൈവം ദാനമായി നൽകുന്നതായ രക്ഷയെക്കുറിച്ച് യേശു ക്രിസ്തു ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുവാനായി ശ്രമിക്കുകയാണെന്ന് നാമെ മറക്കരുത്. വേദപുസ്തക പശ്ചാത്തലത്തിലെ അന്നത്തെ വിവാഹത്തിന് അതിഥികളായി ക്ഷണിക്കപ്പെട്ട് കടന്നു വരുന്നതായ ആളുകൾക്ക് ആതിഥേയനായ വീട്ടുകാരൻ വസ്ത്രം, വിവാഹ വസ്ത്രം സൗജന്യമായി ദാനമായി നൽകുന്ന പതിവുണ്ടായിരുന്നു. അന്നത്തെ പ്രത്യേകത, വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും വധു ഉൾപ്പെടെ ഒരേപോലെയുള്ളതായ വസ്ത്രം ധരിച്ചാണ് അതിൽ പങ്കെടുക്കുന്നത്. ഇത് നമ്മെ ഓർപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെതായ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മണവാളനായ കർത്താവ് മണവാട്ടിയായ സഭയെ വേളിയടിക്കുന്നതായ ആ വിരുന്നിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ക്രിസ്തുവിടെ പറയുന്നതായ വസ്ത്രം ധരിച്ചവരായി പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ ഇപ്രകാരം തലക്കെട്ട് കൊടുക്കട്ടെ: ആർ യു ഡ്രസ് ഫോർ ദ വെഡിങ്? വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കുവാനായി നീ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഇത് രക്ഷയുടേതായ സന്ദേശത്തെ നൽകുന്നതായ ഉപമയാണ്. 3 ഭാഗമായി ഇതിനെ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 9ഉം 10ഉം വാക്യങ്ങളിലൂടെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, there we see the availability of this garment. ഈ വിവാഹവസ്ത്രയുടെ ലഭ്യതയ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലായിട്ട് ഇപ്രകാരമുണ്ട്: ആ ദാസന്മാർ പെരുവഴികളിൽ പോയി നല്ലവരെയും ദുഷ്ടന്മാരെയെല്ലാം വിളിച്ചു കൊണ്ടുവന്നേ അവിടെ ഓർപ്പിക്കുന്നു. ദിസ് ഗാർമെൻറ്റ് ഈസ് അവൈലബിൾ ഫോർ ഓൾ. അവിടെ ക്ഷണിക്കപ്പെട്ട ആളുകളുടേതായ പൂർവ്വകാല ചരിത്രം പ്രസക്തമല്ല, അവിടെ വർത്തമാനകാല പ്രസക്തമല്ല, അവിടെ സാമൂഹ്യ നില പ്രസക്തമല്ല, അവിടെ കഴിവുകളോ അവിടെ പ്രശസ്തിയോ അവിടെ കണക്കാക്കുന്നില്ല. എന്നാൽ അവരെല്ലാവരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടതായിട്ടും നാം ഇവിടെ വെച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയാണ് ഇത് ഓർപ്പിക്കുന്നത്. രക്ഷ എല്ലാവർക്കും സൗജന്യമായി ദാനമായി നൽകിയിരിക്കുന്നതിനെ പറ്റി ഇവിടെ ഓർപ്പിക്കുന്നു. ഇതെല്ലാവർക്കും ലഭ്യമാണെങ്കിലും ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് അവൈലബിൾ ബൈ ഇൻവിറ്റേഷൻ ഉള്ളി. ക്ഷണിക്കപ്പെടുന്ന ആൾക്ക് മാത്രമേ ഈ വിവാഹവസ്ത്രം ലഭിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വസ്ത്രം നൽകപ്പെട്ടതെന്നത് ഓർപ്പിക്കുമ്പോൾ രക്ഷ ദൈവം ക്ഷണിക്കുന്നവർക്ക് ലഭിക്കുന്നുവെന്നത് നമ്മെ മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്ഷണത്തോട് നാം പ്രതികരിക്കുവാനായി പരാജയപ്പെട്ടാൽ ദൈവത്തിൻ്റെ രക്ഷാന്യ പദ്ധതിയിൽ നാം അകന്നു പോകുന്നുവെന്നത് നാം മനസ്സിലാക്കുക. സോ ദ അവൈലബിലിറ്റി ഓഫ് ദിസ് ഗാർമെൻറ്റ്
ഇത് എല്ലാവർക്കും ക്ഷണിക്കപ്പെട്ടവർക്കും ലഭ്യമായതായി വചനം നമ്മെ ഓർപ്പിക്കുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം അവിടെ വായിക്കുമ്പോൾ കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞുവെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. ദ അക്സെപ്റ്റൻസ് ഓഫ് ദിസ് ഗാർമെൻറ്റ്, ഈ വിവാഹവസ്ത്രത്തിൻ്റെതായ സ്വീകാര്യതയാണ് അവിടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നത്. സമ്പന്നരായ ആളുകൾ ക്ഷണിക്കപ്പെട്ടതായ ആളുകൾക്ക് നൽകുന്നതായ വസ്ത്രത്തെക്കുറിച്ചാണെന്ന് ഞാൻ ആദ്യമേ ഓർപ്പിച്ചുവല്ലോ. ക്ഷണം സ്വീകരിച്ച് വരുന്നവർ ഈ വിവാഹവസ്ത്രം ധരിച്ച് വേണം വിവാഹ വിരുദ്ധനായിട്ട് പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങേണ്ടത്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ വ്യക്തിപരമായ ക്ഷണത്തെ സ്വീകരിച്ച് താൻ സൗജന്യമായി നൽകുന്നതായ ദിവ്യമായ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് അതിൻ്റെ രക്ഷാപഥയിലേക്ക് പങ്കിടുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നീതിയുടെ വസ്ത്രമാണെന്ന് നാം മറക്കരുത്. നീതിയുടെ വസ്ത്രത്താൽ എന്നെ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നതായ ദൈവത്തിൻ്റെ കൃപയാണ് ഈ ഭൂമിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴാണ് ലഭിക്കുന്നത്? ക്ഷണം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ വസ്ത്രം ലഭിക്കുന്നു. The moment you accept this invitation, the moment you become a converted person, the moment you submit yourself to Jesus Christ, you will be adorned with the new attire. ഇതാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മെ മനസ്സിലാക്കുന്നത്. It is received by faith. ഇത് നമ്മുടെ വിശ്വാസമാണിതിന് അടിസ്ഥാനമാകുന്നത് നാം മനസ്സിലാക്കുക. നമ്മുടെ ലളിതമായ വിശ്വാസമാണ് ഈ രക്ഷാപദ്ധതിയിലേക്ക് എന്നെയും പങ്കുചേർക്കുന്നത്. വീണ്ടും ഓർപ്പിക്കുന്നത്, ദിസ് ഈസ് ടോട്ടലി ഫ്രീ. ഇത് സൗജന്യമായിട്ടാണ് അവിടെ നൽകപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കുക. കർത്താവിന്റെ സുവിശേഷം സൗജന്യമായി ഈ ലോകത്ത് നൽകപ്പെടുന്നു. സൗജന്യമായി ലഭിക്കുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ഇതാ അതിൻ്റെ രക്ഷണപഥയിൽ പങ്കുചേരുക. സാൽവേഷൻ cannot be purchased. It is a gift of God. രക്ഷ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കുക. ഒന്നുകൂടി, ഇറ്റ് ഈസ് എ പ്രോപ്പർ ഫിറ്റ്. ഈ വസ്ത്രം എല്ലാവർക്കും അനുയോജ്യമായ വിധമാണ് നൽകപ്പെടുന്നത് നാം മനസ്സിലാക്കുക. അവിടെ പ്രായമുള്ളവരുണ്ടായിരിക്കാം, പ്രായം കുറഞ്ഞവരുണ്ടായിരിക്കാം, ഉന്നതരുണ്ടായിരിക്കാം, ഉന്നതരല്ലാത്ത ആളുണ്ടായിരിക്കാം, ഉയരം കൂടിയ ആളുണ്ടായിരിക്കാം, ഉയരക്കുറവുള്ള ഉണ്ടായിരിക്കാം, ധനവാനുണ്ടായിരിക്കാം, ദരിദ്രനുണ്ടായിരിക്കാം. എന്നാൽ അവരവർക്ക് ചേരുന്നതായ വിധത്തിലുള്ളതായ അനുയോജ്യമായ വസ്ത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം നമുക്ക് നൽകുന്നതായ രക്ഷ എന്നത് ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഇതാണ് ഈ വചനം ഓർപ്പിക്കുന്നത്. അതുമാത്രമല്ല, പിതാവിനാൽ ഇത് അംഗീകരിക്കപ്പെട്ടതിനാലാണ് നമുക്ക് ലഭിക്കുന്നത് നാം മനസ്സിലാക്കുവാനായി ഇടയാകണം. രണ്ടാമതായി ഞാൻ ചിന്തിപ്പാനായിട്ടും ഓർപ്പിക്കുവാനായി ശ്രമിച്ചത് ദ അക്സെപ്റ്റൻസ് ഓഫ് ദിസ് ഗാർമെൻറ്റ്, ഈ വസ്ത്രത്തിൻ്റെ സ്വീകാര്യത. ആദ്യമായി ഒപ്പിക്കുവാനായി ശ്രമിച്ചത് ദ അവൈലബിലിറ്റി ഓഫ് ദിസ് ഗാർമെൻറ്റ്, ഈ വസ്ത്രത്തിൻ്റെ ലഭ്യത, അതിനെ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദ എബിലിറ്റി ഓഫ് ദിസ് ഗാർമെൻറ്റ്, ഈ വസ്ത്രത്തിൻ്റെതായ ഗുണമെന്താണ്, പ്രത്യേകത എന്താണ്? ദിസ് ഗാർമെൻറ്റ് ചേഞ്ചസ് ദി അപ്പിയറൻസ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ പുറമേയുള്ളതായ എല്ലാ രൂപത്തെയും മാറ്റുവാനായിട്ട് ഈ വസ്ത്രത്തിന് ഇടയാകുന്ന ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിലയിലൂടെ സൗജന്യം ലഭിക്കുന്നതായ രക്ഷ നാം സമ്പാദിക്കുമ്പോൾ ഞാൻ നിങ്ങളും നിങ്ങളുടെയും രൂപത്തിൽ മാറ്റമുണ്ടാകുന്നു, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്നു,
നാം പുതുസൃഷ്ടിയായി മാറുന്നത് നാം മനസ്സിലാക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ചേഞ്ചസ് us completely through salvation process. രക്ഷാപദ്ധതിയിലൂടെ എൻ്റെ നിങ്ങളെയും പൂർണ്ണമായവനെ മാറ്റുന്നുവെന്നത് നാം മനസ്സിലാക്കുക. എന്നാൽ ഈ വസ്ത്രമില്ലാതെ വരികയാണെങ്കിൽ എന്ത് സംഭവിച്ചുവെന്ന് അവിടെ ഓർപ്പിക്കുന്നു. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ആബ്സെൻസ് ഓഫ് ദിസ് ഗാർമെൻറ്റ്? ഈ രക്ഷാവസ്ത്രമില്ലായെങ്കിലുള്ളതായ പരിണിത ഫലത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഷോക്ക് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഷെയിം. അവിടെ ഇതാ അവനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവന് ഉത്തരം പറയാൻ സാധിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അവന് ഉത്തരം മുട്ടിപ്പോയെന്നാണ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം സൗജന്യമായതായ രക്ഷാവസ്ത്രം ധരിച്ച് നാം ഈ ക്രിസ്തുവിൻ്റെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉത്തരം നൽകുവാൻ കഴിയാതെ നാം കുറയുമെന്നത് നാം മനസ്സിലാക്കുക. ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഷെയിം. 13-ാം വാക്യത്തിലുണ്ട്, രാജാവ് ശുശ്രൂഷക്കാരനോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ട് തള്ളിക്കളവിനെന്ന് പറഞ്ഞു. രാജകീയ വസ്ത്രമില്ലാതെ ഇതാ വിരുന്നിന് പങ്കെടുക്കാൻ വന്ന പ്രിയപ്പെട്ടവന് അവന് ലജ്ജയും നാണക്കേണ്ടാക്കത്ത ഗുണം അവനെ പുറന്തള്ളി കളഞ്ഞതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇത് കാലം ഈ ആരാധനയോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർ യു ഡ്രസ് ഫോർ ദിസ് വെഡിങ്? ഈ വിവാഹത്തിന് വേണ്ടി അനുയോജ്യമായി നാം വസ്ത്രം ചെയ്യുവാനായിട്ട് ഒരുക്കപ്പെട്ടുണ്ടോ? യേശു നമുക്ക് വേണ്ടി ചെയ്തതും നമുക്ക് വേണ്ടി നൽകിയതിനോർത്തുകൊണ്ട് നീതിയുടെ വസ്ത്രം ധരിച്ച് അതിന് രക്ഷാപതി പങ്കുചേരുവാനായി ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആർ യു ഡ്രസ് ഫോർ ദിസ് വെഡിങ്? ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും തേജസ്സും കാലാവസ്ഥനും കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ചേർന്നതെല്ലാം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവനെ ഉയർത്തേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വീണ്ടും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് വിരുദ്ധാനത്തിലും നിത്യമായി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. സ്വഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടിനെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളെ ഒഴിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് മുമ്പേ 14-ാം ഞായർ പൊതുമാനവേദിയും വിശ്വാസത്തിന് പങ്കിടലും. സർവശക്തനായ ദൈവമേ, നീ നിൻ്റെ സ്വരൂപത്തിൽ എല്ലാ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ ഭാഗങ്ങളിലായ്മ ചെയ്യുവാനും ആഗോള കുടുംബം നാം പൊതുമാനവീയതയുടെ ആകർഷണത്തിൽ നിൽക്കുവാനും അതാസ്വദിക്ക് ഞങ്ങളെ സഹായിക്കണമേ. ഞെരുക്കത്തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടേതായ സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ വിശ്വാസം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വ്യത്യസ്ത വിശ്വാസ പാരമ്പര്യമുള്ളതായ ഞങ്ങളുടെ സാഹചര്യത്തിൽ ഒരു മനുഷ്യ സമൂഹമായി ജീവിപ്പാൻ ഞങ്ങൾക്ക് തുണയ്ക്കണമേ. പരസ്പര വിശ്വാസങ്ങളിലൂടെ
നീതിയും ന്യായം വാഴുന്നൊരു പൊതുസമൂഹത്തെ രൂപപ്പെടുത്തുന്ന കൃപ തരണമേ. നിന്നാടും പരിശുദ്ധാനുവിടെ എന്നേക്കും ഏകതയുമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അറിയിപ്പുകൾ. ഈ ആരാധന അവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് പങ്കിടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച മഹാഡോ ഗായസംഘ ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. ഗായസംഘ അംഗങ്ങൾ എന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകണമെന്ന് അറിയിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഓൾ ഏരിയ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഇടവാംഗമായ റവറൻഡ് വിജിൻ ജോൺ വർഗീസ് അച്ഛൻ സന്ദേശം നൽകുന്നതാണെന്നും അറിയിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഓൺലൈനായി പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 31 ചൊവ്വാഴ്ച രാവിലെ 10:30 വിമൻസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അന്ന് വേദപഠനമായിരിക്കും. എല്ലാ വിമൻസ് ഫെലോഷിപ്പ് അംഗങ്ങളും 10:30 മീറ്റിംഗ് ആരംഭിക്കത്തക്കവണ്ണം വരണമെന്ന് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 ആരാധന ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. 10 മണിക്ക് SNA സിറ്റിസൺസ് മീറ്റിങ്ങും ഓൺലൈനായി നടത്തപ്പെടുന്നതാണ്. ഫാമിലി സൺഡേ. ഈ വർഷത്തെ ഫാമിലി സൺഡേ സെപ്റ്റംബർ 26 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരാധനയോടുകൂടി നടത്തപ്പെടുവാനായി ക്രമീകരിക്കുകയാണ്. മുൻ വർഷത്തെ പതിവ് പോലെ ഈ വർഷത്തെ ഈ ഫാമിലി സൺഡേ കളക്ഷൻ നമ്മുടെ സ്റ്റാഫായ രതീഷ് ജോൺസൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായി വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്നേ ദിവസം അർപ്പിക്കേണ്ടതായ കവർ, നോട്ടീസ് ഇവ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ വിമൻസ് ഫെലോഷിപ്പിൻ്റെതായ സെൻറ്റ് മോണിക്കാസ് ദിനം, ബഥേൽ ദിനം, വിമൻസ് ഫെലോഷിപ്പ് മാസപ്പിരിവ് സ്വീകരിപ്പാനായി കുഞ്ഞുമോൻ നിങ്ങളുടെ പക്കലെത്തുമ്പോൾ നിങ്ങളുടെ ദാനങ്ങൾ നൽകി സഹായിക്കുവാനായിട്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. പ്രൊഫഷണൽസി പ്രൈസ് നിങ്ങളുടെ അപേക്ഷകൾ പള്ളി ഓഫീസിലുണ്ട്. അപേക്ഷകൾ പൂരിപ്പിച്ച് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം സെപ്റ്റംബർ 12 മുമ്പായിട്ട് ഓഫീസിൽ നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വിദ്യാഭ്യാസ സഹായമുള്ള അപേക്ഷകൾ, നിങ്ങൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷകൾ സെപ്റ്റംബർ 12 മുമ്പായി ഓഫീസിൽ നൽകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ചരമം. കുടിയാലിക്കുടി ശ്രീമതി മേഴ്സി ജോസഫ് നിര്യാതയായി. സംസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച കഥയുടെ സമയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയിലോർക്കുക. ചേരിക്കൽ പുതുപ്പറമ്പിൽ ശ്രീമതി ആലീസ് വർഗീസിൻ്റെ മാതാവ് നിര്യാതയായി. എലിയാം വർഗീസ്. സംസ്കാരം പുത്തങ്കാവ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച നടത്തപ്പെട്ട കാര്യം ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ അവരെയും ഓർക്കണമേ. നമ്മുടെ യുവജനങ്ങളുടേതായ ഗെറ്റ് ടുഗദർ 21 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെ മൗണ്ട് ചാപ്പൽ നടത്തുവാനായി ദൈവം ഇടയാക്കി. 35ഓളം യുവജനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും മുൻകാല സുഹൃത്തുക്കളുമായി അതിൽ പങ്കുചേർന്ന വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു. പരസ്പരം മനസ്സിലാക്കുവാനായിട്ടും ഇന്നലകളെ അനുഭവങ്ങൾ പങ്കിടുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിപ്പാനുമായി അവസരം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യുവജനങ്ങളെല്ലാം തുടർന്നും ദൈവം അനുഗ്രഹിക്കുകയും സഹായിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്രമീണങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടതായ നിർമ്മൽ, ജെയ്സൺ, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സ് ടിജോ, ഇവരെല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നവരെ അതിനുവേണ്ടി അയച്ചതായ മാതാപിതാക്കളെയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിറന്നാൾ, വിവാഹവാർഷികം ആചരിക്കുന്ന പേരുകൾ വായിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്നവർ നിങ്ങളുടെ ഭവനങ്ങളിൽ ആ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുവാനായിട്ട് ഓർപ്പിക്കുന്നു. 23/8 മുതൽ 29/8 വരെ ദീപ ജോൺ മഴുക്കാട്ട്, ടിന മേരി അലക്സ് മഴുക്കാട്ട്, ജോർജ് ചാണ്ടി മറ്റീത്ര, അമണി ടൈറ്റസ് ചിലമ്പത്ത്, ശാന്തി ആൻഡ്രൂസ് വലിയ വീട്ടിൽ, അനു സൂസൻ ഏലിയാസ് തടത്തിൽ, PG തോമസ് പുത്തൻപുരയ്ക്കൽ, ആൻഡ് സാറ ഫിലിപ്പ് മറ്റീത്ര, ബാബു ഫിലിപ്പ് ചിലമ്പത്ത്, ജോൺ P പാട്ടശ്ശേരിൽ,
സഗറ എലിസബത്ത് ജേക്കബ് ഇറക്കത്തിൽ, സാബു മാത്യു കണിയാങ്കുളം, അനീഷ് കെ ചെറിയാൻ കോയിക്കൽ, പുഷ്പ ജോർജ് ഉള്ളാപ്പള്ളിൽ, ദീനാമ എബ്രഹാം മോഡയിൽ, ശ്രുതി റേച്ചർഡ് ഡാനിഷ് കണിയാങ്കുളം, കുര്യൻ ജോസഫ് വളവനാട്ട്, ജോർജ് ഫൺ ചുണങ്ങാട്ട്, ഷീബ ബേബി അർത്തൂട്ടിൽ, ജെഫി സഞ്ജീവ് തറയിൽ പറമ്പിൽ, സാറാമ ജേക്കബ് സ്രാമ്പിക്കൽ, ജെസി പ്രദീപ് പാറപ്പുറം, ജിറ്റി അന്ന ജോർജ് ശാത്തമല, ഷാജി വർഗീസ് വടക്കേക്കര, ദിയ അന്ന രത്നം പുള്ളിക്കൽ, സൂസൻ കുരുള പാസ്തനേഷ്, എബ്രഹാം ബെർണാഡ് കുരിശിങ്കൽ, അലീന മറിയം സന്തോഷ് പാറപ്പുറം, സോണി ജോൺ തോമസ് പാറക്കൽ, ജിതിൻ ജോൺ മാത്യു കൊച്ചുവീട്ടിൽ, ഗ്രേസ് ചെറിയാൻ കൊച്ചുകളിക്കൽ, ജോൺ റോബിൻ തോപ്പിൽ, ഡേവ് ജോസ് തോമസ് ഇറക്കത്തിൽ, റവറൻ സി സി ജേക്കബ് ചാത്തമല ജേക്കബ്സ് കൂടാരം, ശോശാമ ജോർജ് പ്ലാപ്പറമ്പിൽ, ആഡം ടിങ്കു ജോസഫ് സിതാര ഗാർഡൻസ് പുതുപ്പറമ്പിൽ, എലിസബത്ത് കുര്യൻ എറണാട്ട് പുത്തമ്പറമ്പിൽ, സുജിത് ജേക്കബ് പുളിവേലിപ്പറമ്പിൽ, പി ജെ ഏലിയാമ പുത്തൻപുരയ്ക്കൽ, നിതിൻ സുരേഷ് ജോസഫ് ചേനശ്ശേരി, ജിനു മേരി ബെഞ്ചമിൻ കൊപ്രായിൽ, റിങ്കു എൽ സി ജോർജ് കല്ലുപാലം, ലിയാന മേരി ജെയിംസ് പ്ലാപ്പറമ്പിൽ. വിവാഹവാർഷികം ആചരിച്ചവർ സാബു ചാണ്ടിയൻ, ഷിജി സാബു മുട്ടത്തേത്ത്, പി ജോൺ ആൻഡ് വിനീത മറിയം ജോൺ പാട്ടശ്ശേരിൽ, മനോജ് ജോസഫ് ആൻഡ് ഷാനി മനോജ് കട്ടത്ര, ടോണി ഫിലിപ്പ് ആൻഡ് ഷാൻഡി ടി ഫിലിപ്പ് വാടമറ്റം, ജിജോ ജേക്കബ് ജോൺ ആൻഡ് ഷെറിൻ ജേക്കബ് പുളിവേലിപ്പറമ്പിൽ, സ്റ്റാലിൻ തോമസ് ആൻഡ് മറിയാമ സ്റ്റാലിൻ കോയിക്കൽ, മാത്യു ജേക്കബ് ആൻഡ് ജിൻസി മാത്യു വെട്ടിക്കാട്ട്, രാജേഷ് തോമസ് ആൻഡ് പ്രിയ മോൾ കുര്യൻ ഇറക്കത്തിൽ, മാത്യു ജോർജ് ആൻഡ് ഷീബ ബേബി അറത്തൂട്ടിൽ, എം ജെ ജോസഫ് ആൻഡ് മേസി ജോസഫ് മണ്ണാകുന്നിൽ, അരുൺ തോമസ് വർഗീസ് ആൻഡ് അനു അരുൺ തോമസ് കോട്ടവാദിക്കൽ, എം എ ജേക്കബ് ആൻഡ് ദീപ ജേക്കബ് മണലേപ്പറമ്പിൽ, ഷൈല ജോർജ് ആൻഡ് ലാജി കെ ജോർജ് കൊറ്റുകുളങ്ങര, ഫിലിപ്പ് സാമാൻ ലീന ഫിലിപ്പ് ഗീതാഞ്ജലി, റോയ് ജോസഫ് ആൻഡ് ഷെറിൻ സൂസൻ റോയ് മോഡയിൽ, സതീഷ് എബ്രഹാം ആൻഡ് സോണിയ സതീഷ് എബ്രഹാം പടിപ്പുരയ്ക്കൽ, ചെറിയാൻ ടി ജോർജ് ആൻഡ് മൈത്രി ജോർജ് പറമ്പിൽ, ഡെറിക് സി ഏലിയാസ് ആൻഡ് സ്വപ്ന സൂസൻ ഏലിയാസ് തടത്തിൽ, ജോസഫ് ജോൺ ആൻഡ് എലിസബത്ത് ജോസഫ് ആലിമൂട്ടിൽ, ഇ ടി മാണി ആൻഡ് ഡെയ്സി മാണി ഇറക്കത്തിൽ, ജിബി കെ സണ്ണി ആൻഡ് ബിനിത ജിബി കട്ടത്തറ, ഷായ് ചെറിയാൻ ആൻഡ് ഏലിയമ്മ ചെറിയാൻ ചെറുവള്ളിക്കുന്നിൽ, മാത്യു കെ എബ്രഹാം ആൻഡ് അന്നാമ എബ്രഹാം കൊല്ലാപ്പറമ്പിൽ, ഷൈറോൺ സ്റ്റൈനി ആൻഡ് ഡാൽമിയ കാൻഡീസ് ഡെൻസിൽ മേക്കുംകര. പ്രാർത്ഥന നമുക്കിവരെ ഓർക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പേര് പറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് ഒരു വർഷം പൂർത്തിയാക്കിയ പ്രിയമക്കളെയും വേദനായിരിക്കുന്ന ആർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ദൈവത്തിൻ്റെ നന്മയും കണിയും പങ്കിടുവാനായി ഒരു വർഷക്കാലം ഈ പ്രിയമക്കളെ സഹായിച്ചുവല്ലോ. ഒരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ കർത്താവേ,
അവിടുത്തെ വലിയ കൃപയാൽ മക്കളെ നിറപ്പാൻ തിരുമനസ്സാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവനഗുപകാരങ്ങളെയും നന്മകളെയും ഓർക്കുവാൻ നന്ദിയുടെ സ്തുതിപ്പാൻ മക്കളെ സഹായിക്കണമേ. വ്യക്തികളായും കുടുംബങ്ങളായും ഈ പ്രിയദാസിദാസരെ കാത്തു പരിപാലിച്ച് അവിടുത്തെ കണിയും അവിടുത്തെ കാവലിന് പന്മക്കളെ യോഗ്യരാക്കണം. യഹോവനഗുപകാരങ്ങളെയും നന്മകളെ ഓർക്കുന്ന മക്കളെ അടികളെ സഹായിക്കണം. സഫിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈനിൽ ആരാധന പങ്കെടുക്കുമ്പോൾ ഒരായിരിക്കുന്ന ജീവിതസ്ഥാനങ്ങളിൽ ദൈവകൃപയാൽ നിറച്ച് പരിപാലിപ്പാൻ കർത്താവ് സഹായിക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ കൂട്ടായ്മയും കവലമോടുകൂടി പിറന്നാൾ ആചരിച്ചവരോടുകൂടിയും വിവാഹവാർഷികം കൊണ്ടാടി മക്കളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവസ്ഥ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചയായി ആരാധനയ്ക്ക് കൊടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ദിവസം വരെയും ദൈവം നമ്മെ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇടവിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരമാണല്ലോ. രോഗികളായി കഴിഞ്ഞവരുടെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന റിക്കാർഡിങ് സമയത്ത് ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരിക്കുന്ന ബാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്കോസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസ് മാത്യുവിൻ്റെ ചെറുമകൻ ക്ഷേമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെട്ട അനേകർ നമ്മുടെ മധ്യത്തിലുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുടിയാലിക്കുടിയിൽ മേസി ജോസഫിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കെ സി ജോസഫ് സാറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശേരിക്കൽ പുതുപ്പറമ്പിൽ ആലീസ് വർഗീസിൻ്റെ മാതാവിന് ജ്ഞാനത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായി സമാധാനം കൃപയും അനുഭവിപ്പാനായി ദൈവം തന്നെ മക്കളെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഇവിടെ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ അനുകൂലമായ ഇതിലെ കരം പങ്കിടുവാനായി ദൈവം സഹായിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കാം. തത്തോളം സഹായിച്ച ദൈവം ഇതുവരെ നടത്തിയ കർത്താവിന് മാത്രം ആശ്രയിപ്പാനായി സ്വർഗ്ഗസ്ഥ പിതാവിനെ ഒരുക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാലം കർത്താവ് നമ്മെ പരിപാലിച്ച സമയം വരെ സൂക്ഷിച്ചുവല്ലോ. ഈ ആരാധന പകരം എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. ഓൺലൈൻ ആരാധന പകരം എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരായിരിക്കുന്ന ഭവനങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലുമായി കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാദേവിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അധ്യക്ഷൻ ബിഷപ്പിനെ കുടുംബമായിട്ടെടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷരായ പട്ടക്കാരെയും ഉപദേശമാരെയും സിസ്റ്റേഴ്സിനെയും മിഷണന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹാടിലെ സാധാരണ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയുടെ വർഷം കടന്നു പോകുമ്പോൾ
ദൈവമായ കൃപകളാൽ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ മക്കളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്കായി പ്രാർത്ഥിക്കാം. ഓരോ ദിനവും നമ്മെ കാത്തുപരിപാലിക്കുന്ന സർവശക്തനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നയോളം ദൈവം യുദ്ധത്തോളം സഹായിച്ച കർത്താവിനെ ആശ്രയിപ്പാനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ എല്ലാ സംഘടനകൾക്കായും പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിനായി, സൺഡേ സ്കൂളിനായി, യുവജന സഖ്യത്തിനായി, വിമൻസ് ഫെലോഷിപ്പിനായി, അൽമായി ഫെലോഷിപ്പിനായി എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം യുവജനങ്ങളുടേതായി കൂടി വരെ നടത്തുവാനായി ദൈവം കൃപ ചെയ്തു. അതിൽ പങ്കെടുത്ത എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിയെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ കൃപ എന്ന് വനുപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശാന്തമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ തന്നെ വിവരങ്ങൾ ഫലമേൽപ്പിച്ചുകൊണ്ട് മൗനമായി ചില നിമിഷങ്ങൾക്കായി പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. വൻതീരാകളേറും തീരം വിട്ടു ഞാനോടും എൻ പാടാകിൽ ഞാനേകനാ ആശയാറ്റോനായി തീരും മാറിച്ചേത്താടച്ചിടും ചേരിൽ നിന്നുയർത്തിടും പ്രിയൻ്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയൻ്റെ സ്വരം കേൾക്കും ഞാൻ. പോരിൽ പാർക്കുമാൽ പായുസു ഭാരങ്ങൾ വേണ്ടാധികം കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടൂ നീങ്ങിപ്പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിറന്ന പാറമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സമയത്തിനാങ്ങി സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന പിതാവേ, ഒരു ദിവസം കൂടി ദാനമായി തരുവാൻ കർത്താവിന് കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ പിതാവ് ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ ബലവും ശക്തിയുമായി ആരാധിക്കായി ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, രാത്രി ഞങ്ങളെ ക്ഷമമായി കാത്ത് പരിപാലിച്ച് പുതിയ പാതങ്ങൾ കൊണ്ടുവരുവാനും ജീവിക്കുന്ന കർത്താവിനെ സാക്ഷ്യപ്പാനും ഇവിടുന്ന് സഹായിച്ചുവല്ലോ. കർത്താവ് ഞങ്ങളുടെ എല്ലാ ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ ആരാധനയിലൂടെ അങ്ങ് സ്തുതിക്കുന്ന ആൾക്കുമായി സ്തോത്രം. കൃപയിൽ മക്കളെ കാത്ത് പരിപാലിച്ച് ദൈവനന്മ മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ആരാധനയിലൂടെ തിരുനാമത്തെ മുതൽ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥനമൊക്കെ ചേർന്നെല്ലാം സർവശക്തിയുള്ള ദൈവമേ, സകലകളുടെയും പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലമയ്ക്കായിട്ടും ആദ്രഗണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹത്തിന് വേണ്ടിയും എല്ലാറ്റുമേലാ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിൻ്റെ
വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴിക്ക് വേണ്ടിയും മോത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അർത്ഥങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനും കൂടി പുസ്തകത്തിന് സകലങ്ങളിലേക്ക് തകായ ബോധം തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകലവുமான മഹത്വവും തേജസ്സും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കണിയോടെ കൈക്കൊള്ളിനോട് അപേക്ഷിക്കുന്നു. ഇന്നെ കാര്യങ്ങളെ ചെയ്യണവർ കണ്ടറിയുവാനും വിശ്വസവളത്തിൽ പാക്കും ഈ ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങളാർക്കും വേണ്ടി ഏൽപ്പിച്ചേരുകയും അവനോട് സൗജന്യമായി നൽകിച്ചിരിക്കുന്ന ഞങ്ങളുടെ സകസ്പിതാവേ, ഞങ്ങൾക്കാകെ കൊണ്ടു നിർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായി സ്വാതന്ത്ര്യമായി സേവിക്കുകയും നിൻ്റെ സഭ ഞങ്ങളുടെ പുണ്യസന്തോഷമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നേ. ഈ ദാനങ്ങളോടുകൂടി ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചേരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും നമ്മെയും സകലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകലജാതിയും വീണ്ടിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ദൈവത്തിനും മഹത്വം നീക്കുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കാവ് നമ്മോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇതിയുമായി ശുശ്രൂഷയിൽ ഒരുമിച്ച് അങ്ങ് സ്തുതിപ്പ ഞങ്ങളെ സഹായിച്ചതായ
വൻകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടെ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന മാറ്റമില്ലാത്ത ദൈവമായ സ്തോത്രം. ദിനംതോറും കൃപയാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആരാധനകളെ ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളിപ്പോൾ ഈ ആരാധന ഈ ശ്രേഷ്ഠയുടെ ജീവിത സാഹചര്യം മടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടാൻ ഞങ്ങളെ സഹായിക്കണം. വീണ് വരുന്ന ആഴ്ച കൂടും വരെയും കാണും വരെയും അതിശയത്തിൻ്റെ കഥയിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണം. ഒരാപത്തനത്തിൽ വിടുവിക്കപ്പെട്ടതായി സ്തുതിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. അവിടുത്തെ ആത്മാവ് കൂടിയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ. ആമേൻ.